അസ്സലാമലൈക്കും ഗായ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഒട്ടും തന്നെ എണ്ണ ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള 2-3 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് പോലുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. വേറെ കറികളോ അല്ലാതെ ഒന്നുമില്ല, സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു ലൈക്ക് തന്നിട്ട് വീഡിയോ കണ്ടു നോക്കണേ. ആദ്യം ഒരു സോസ് പാൻ എടുക്കുക. അതിലോട്ട് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. 250 മില്ലിയുടെ കപ്പാണ്, അതായത് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് 2 കപ്പാക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് ഒരു നുള്ള് ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂണും താഴെ ഉപ്പ് ചേർക്കാം. ഇത്രയും മതി. പിന്നെ നമുക്കിതിലോട്ട് പഞ്ചസാര ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ചേർത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. അധികം ചൂടാവരുത്, ഒരു 40 ഡിഗ്രി അത്ര ചൂടായാൽ മതി. കാണിച്ചു തരാം. നമുക്ക് കൈ മുക്കുമ്പോൾ പൊള്ളാത്ത രീതിയിൽ, വിരലിട്ടുമ്പോൾ പൊള്ളാത്ത രീതിയിൽ വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ. അങ്ങനെ ഇനി സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ചൂടാക്കുമ്പോഴത്തേക്കും ഈ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ ഒന്ന് മെൽറ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാര നല്ലോണം മെൽറ്റായി കിട്ടും. ഒന്ന് ചൂടായി വരണം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിൽ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. അതിലോട്ട് ഒരു 200 ഗ്രാം അരിപ്പൊടി, പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നില്ല, ഇടിയപ്പോൾ, ആ പൊടിയാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം മതി കേട്ടോ. ഒരു കപ്പ് 250 ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഒഴിവാക്കിയിട്ട് എടുത്താൽ മതി. അതോടൊപ്പം തന്നെ ഒരു 40 ഗ്രാം, 1/4 കപ്പിൽ കുറച്ച് താഴെയായിട്ട് വരും, അത്രയും മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അളവൊക്കെ ഞാൻ പറയുന്നത് ഇതേപോലെ കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നുള്ളത്, മെഷർമെൻറ്റ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു സ്പൂൺ ഈസ്റ്റ് ചേർക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈസ്റ്റും മൈദപ്പൊടിയും അരിപ്പൊടിയൊക്കെ മിക്സാക്കണം. അരിപ്പൊടിയാണ് കൂടുതൽ എടുക്കേണ്ടത്, 200 ഗ്രാം. 40 ഗ്രാം മാത്രം മൈദപ്പൊടി എടുത്താൽ മതി. എന്നിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിനാവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ്. അത് നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ പാലുണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഒന്നും കൂടി അത് മിക്സാക്കി കൊടുക്കണം, പഞ്ചസാരയൊക്കെ നല്ലവണ്ണം അതിൽ അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഈ പാല് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം ഒന്ന് കലക്കിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ കലക്കിയെടുത്തിട്ട് വരാം. ഇതൊക്കെ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പോരാത്തതിന് അടുത്തുള്ളവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒരു ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മുഴുവനും പാൽ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കലക്കിയെടുത്ത് വരാം. അങ്ങനെ ഇപ്പോൾ ഞാൻ പാൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഒന്നും കൂടി ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് കലക്കിയതിന് ശേഷം നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെ. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ മതിയാവും. ഇപ്പോൾ ഞാനിവിടെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും ഈ ഈസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ നല്ലവണ്ണം ഇതൊന്ന് പൊങ്ങി കിട്ടുന്നതായിരിക്കും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതെന്തായി നോക്കാം. നല്ലവണ്ണം പെർമനൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കൊന്നും കൂടി കലക്കിയിട്ട് ഒരു കയ്യിലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് അപ്പം തിരിക്കുന്നില്ല, അതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. കഴിക്കാത്തവരൊക്കെ കഴിച്ചു പോകും. ഇതിൻ്റെ റെസിപ്പി നിങ്ങളോട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുകയും ചെയ്യും. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് 1-2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കാരണം ഇത് തിരിച്ചിടുന്നൊന്നുമില്ല, അപ്പോൾ ഇങ്ങനെ തന്നെയാണ് വേവിച്ചെടുക്കുന്നുള്ളത്. ഇനി നമുക്ക് തുറന്ന് നോക്കാം എന്താണെന്ന് നോക്കുമല്ലോ. നല്ലവണ്ണം ശരിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്കിത് പതുക്കെ ഒന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. കാരണം ഇതിലൊട്ടും തന്നെ ഓയിലില്ലാത്തത് കൊണ്ട് സ്വല്പം സ്റ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഇതേപോലത്തെ അപ്പച്ചട്ടി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് എടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള മാവും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കേട്ടോ.